അരുണം സ്കൂൾ ഓഫ് മിസ്റ്റിസിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തം രക്ഷയും പ്രതിരോധവും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും തീർച്ചയായും ഉണ്ടായിരിക്കില്ല. അത് നാം ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പ്രതിരോധമായിക്കൊള്ളട്ടെ. ഉദാഹരണത്തിന്, നമുക്ക് ഒരു രോഗം വരുന്നു, അല്ലെങ്കിൽ ഒരു രോഗചിന്ത നമ്മെ വല്ലാതെ അലട്ടുന്നു. അത്തരമൊരു അവസരത്തിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ ആന്തരികമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ സ്വാഭാവികമായും അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കടക്കുകയും നമുക്ക് ഒരു പ്രതിരോധത്തെ നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത്, നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് പനി എന്ന ഒരു രോഗലക്ഷണത്തെക്കുറിച്ച്. എന്തുകൊണ്ട് രോഗലക്ഷണം എന്ന് പറയുന്നു? നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾ പ്രവേശിച്ചാൽ അതിനെ പുറത്ത് കളയുന്നതിനു വേണ്ടി നമ്മുടെ ശരീരം സ്വീകരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്, അല്ലെങ്കിൽ ഉപായമാണ് പനി എന്ന് പറയുന്നത്. അതായത്, ശരീരത്തിലെ ഊഷ്മാവിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലൂടെ, വിയർപ്പ് ഗ്രന്ഥികളിലൂടെ ആ രോഗാണുക്കളെ പുറന്തള്ളുവാനായിട്ടുള്ള ഒരു പരിശ്രമം. അങ്ങനെ ലളിതമായിട്ട് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ, അതും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അത്തരത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടേറെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ശരീരത്തിൽ ദിനംപ്രതി നടന്നു വരുന്നുണ്ട്. എന്നാൽ നമ്മളതൊക്കെ അത്ര ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് വേണം പറയുവാനായിട്ട്. അതേസമയം ബാഹ്യമായിട്ട് നാം നേരിടേണ്ടി വരുന്ന നമ്മുടെ നിത്യജീവിതത്തിൽ, അതൊരു പക്ഷേ കുടുംബ ജീവിതത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ, അതിൽ നിന്നൊക്കെ പലപ്പോഴും നാം രക്ഷ നേടുവാനായിട്ട് പലവിധ മാർഗങ്ങളും നാം ആലോചിക്കുകയും ചിലപ്പോഴൊക്കെ പരീക്ഷിച്ച് നോക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു വരുന്നവരാണ് എല്ലാവരും. രക്ഷപ്പെടുവാനായിട്ട് ഉള്ള മാർഗങ്ങൾ ചിന്തിക്കുക, അതിനുവേണ്ടി അന്വേഷിക്കുക ബാഹ്യമായിട്ട്. അത്തരത്തിലുള്ള വിഷയങ്ങൾ എവിടെ നിന്നെങ്കിലും നമുക്ക് ഇൻഫർമേഷൻസ് ലഭിച്ചാൽ അത് അപ്ലൈ ചെയ്ത് നോക്കുക. അത് ചിലർക്ക് പ്രയോജനപ്രദമായിട്ട് അനുഭവപ്പെടാറുണ്ടെന്ന് മറ്റു ചിലർക്കത് റിസൾട്ട് നൽകാതെയും പോകുന്നുണ്ട്. എന്നാൽ
അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപായങ്ങൾ തേടിയിട്ടും നിരന്തരമായിട്ട് തേടിയിട്ടും ദീർഘനാളായിട്ട് നാം നേരിടുന്ന പലവിധ വിഷയങ്ങളും ഓരോ വ്യക്തിക്കും ഉണ്ടാകും. അത് മാനസികമായിട്ടുള്ള തലങ്ങളിലേക്ക് വരുമ്പോൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണം പറയുവാനായിട്ട്. മാനസിക അസ്വസ്ഥതകൾ മനസ്സിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള അവസ്ഥകൾ, മനസ്സിൻ്റെ വിവിധ അവസ്ഥകൾ തീർച്ചയായിട്ടും മാറി മാറി വരികയും ആ മനസ്സിൻ്റെ അവസ്ഥകൾ കാരണം ഒരു സ്ഥായിയായിട്ടുള്ള അവസ്ഥ ഇല്ലായ്മ കാരണം ജീവിതത്തിലെ മറ്റ് പല മേഖലകളിലും നിരന്തരം പരാജയമായാലും ശരി, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങൾ, സംസാരിക്കാനായിട്ടുള്ള പ്രശ്നങ്ങൾ, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, അങ്ങനെ തുടങ്ങി ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ നമ്മളിൽ പലരും സഞ്ചരിച്ചിട്ടുണ്ടാകാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ദീർഘനാളായിട്ട് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മെ വിടാതെ പിന്തുടരുന്ന ഭയം ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള ഭയങ്ങളുണ്ട്. ചിലർക്ക് ചില ജീവികളെ ഭയപ്പെടുമ്പോൾ, ചിലർ മറ്റുള്ളവരെ കാണുന്നതിന് ഭയപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുന്നതിന് ഭയപ്പെടുന്നു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഭയങ്ങളുണ്ട്. അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള പ്രേത അനുഭവങ്ങളെന്ന് പറയുന്ന പോലെ പ്രേത ചിന്തകളിലേക്കും മറ്റ് പല ചിന്തകളിലേക്കും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വ്യാകുലതകളിലേക്കുമൊക്കെ സഞ്ചരിച്ചുകൊണ്ട് ഭയം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ വളർത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലൊരു രോഗാണു പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് നമ്മുടെ ശരീരം സജ്ജമാകുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി അത്തരത്തിലൊരു പ്രതിരോധ സംവിധാനം സൃഷ്ടിക്കുന്നില്ല എന്ന ഒരു ചിന്ത പലപ്പോഴും നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അറിവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മുടെ ശരീരത്തിന് ഒരു സൂക്ഷ്മ ശരീരം ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഈ സ്ഥൂല ശരീരം, നാം കാണുന്ന സ്ഥൂല ശരീരത്തിനും അപ്പുറം നമുക്കൊരു സൂക്ഷ്മ ശരീരം എല്ലാവർക്കുമുണ്ട്. നമുക്കറിയാം, നാം ബ്രീത്ത് ചെയ്യുന്നവരാണ്, ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അത് എവിടെ നിന്ന് വരുന്നു, അത് നമ്മൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ നമ്മുടെ ചുറ്റും ആ എനർജി, വായു നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഒരു എനർജി ഫീൽഡ് നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ തന്നെ 7 ചക്രങ്ങൾ, സൂക്ഷ്മങ്ങളായിട്ടുള്ള 7 ചക്രങ്ങൾ ഉള്ളതായിട്ട് നമ്മുടെ ആചാര്യന്മാർ മനസ്സിലാക്കുകയും അതിൻ്റെ അറിവുകൾ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. നിങ്ങളിൽ പലർക്കും അതിനെക്കുറിച്ചും അറിയാമായിരിക്കാം. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, അതുപോലെ തന്നെ ആജ്ഞാചക്രം, സഹസ്രാര ചക്രം. അപ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മങ്ങളായിട്ടുള്ള ചക്രങ്ങൾ അതൊരു ചുഴി പോലെയാണ്. ചുഴി പോലെ നമുക്ക് എങ്ങനെയാണ് ചുഴലി, കൊടുങ്കാറ്റൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചുഴലി പോലെ ചുറ്റി 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 വരുന്നത് പോലെ ആ സൂക്ഷ്മങ്ങളായിട്ടുള്ള ഒരു ചക്രം പോലെ പ്രവർത്തിച്ചു കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ടത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് അതിൻ്റെ വശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൂക്ഷ്മചക്രങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും. നമ്മുടെ ഈ വീഡിയോ അത് കൂടുതൽ ഡീപ്പായി പോകുമെന്നുള്ളത് കൊണ്ട് നമുക്കത് ചുരുക്കിക്കൊണ്ട് വിഷയത്തിലേക്ക് വരാം. നാം എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിനും സ്വയരക്ഷയ്ക്കും വേണ്ടി നമുക്ക് അനുവർത്തിക്കുവാൻ സാധിക്കുന്ന ലളിതമായിട്ടുള്ള ചില ജീവിത ചര്യകളിലേക്ക് അല്ലെങ്കിൽ ചിട്ടകളിലേക്കാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ അറിവുകൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ അതിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ 7 സൂക്ഷ്മ ചക്രങ്ങളിൽ ഒന്നാമത്തെ ചക്രമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചക്രമാണിത്, മൂലാധാര ചക്രം. ഈ ചക്രമാണ് നമ്മുടെ സ്വയരക്ഷയ്ക്കും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിൻ്റെയും ഇരിപ്പിടം എന്ന് പറയുന്നത്. അതിൻ്റെ പവർ ഇരിക്കുന്ന സ്ഥലം മൂലാധാര ചക്രമാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സ്വയരക്ഷ നൽകിക്കൊണ്ട് പ്രതിരോധത്തെ തീർത്തുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന എനർജിയായിട്ട്, ഒരു കാവൽ ശക്തിയായിട്ടത് മാറുന്നു എന്നത് തന്നെയാണ്. ഇതിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മാനസികവും അല്ലെങ്കിൽ ശാരീരികവുമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത്.
സ്വാഭാവികമായിട്ടും അവിടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള സൂക്ഷ്മ ചക്രങ്ങളിൽ പലപ്പോഴും നമ്മുടെ തന്നെ ചിന്തകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ കൊണ്ടോ ഒക്കെ തന്നെ പാസ്റ്റ് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചക്രങ്ങൾ പ്രവർത്തനരഹിതമായിരിക്കും അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിരിക്കും. അങ്ങനെ ബ്ലോക്ക് സംഭവിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി എന്താണ് പ്രവർത്തിക്കാതെ വരുന്നത്. നേരത്തെ നാം പനിയെ പറഞ്ഞതുപോലെ ശരീര ഊഷ്മാവ് വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വയം അത് ഒരു പ്രൊട്ടക്ഷൻ തീർക്കുന്നത് പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിരോധം തീർക്കുന്നത് പോലെ ഇവിടെ എന്തുകൊണ്ട് വലിയ വലിയ വിഷയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാതെ പോകുന്നു, ഫലവും മറ്റ് ഉത്കണ്ഠകളും കാര്യങ്ങളൊക്കെ വളരെയധികം നമ്മെ വേട്ടയാടുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള രോഗങ്ങളിലേക്ക് നയിക്കുന്നു എന്ന് വെച്ചാൽ അത്തരത്തിൽ ആ മൂലാധാര ചക്രത്തിൻ്റെ പ്രവർത്തനത്തിൽ വന്ന വൈകല്യമാണ് അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ സംഭവിച്ചിരിക്കുന്ന വൈകല്യത്തിൻ്റെ ഫലമാണ് അത്തരത്തിലുള്ള ഒരു അനുഭവം നമുക്ക് വന്നു ചേരുന്നതെന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ആ ചക്രം വളരെയധികം ഓവറായിട്ട് വർക്ക് ചെയ്താലും ദോഷമാണ് കേട്ടോ, എന്നാൽ ഒട്ടും വർക്ക് ചെയ്യാതെ ഇരുന്നാലും ദോഷമാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ബാലൻസ് ചെയ്യപ്പെടണം. ബാലൻസ് ചെയ്യപ്പെട്ടിരുന്നാൽ നമ്മൾ ശാന്തമായിട്ട് ഏതൊരു വിഷയത്തെയും നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന ഏതൊരു വിഷയത്തെയും നമുക്ക് യാതൊരു സങ്കോചവും കൂടാതെ ശാന്തമായിട്ട് നേരിടുവാനും മുന്നോട്ട് പോകുവാനും ഒക്കെ സാധിക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിൽ നല്ലൊരു ശതമാനം പേർക്കും ഈ ചക്രത്തിൻ്റെ ബ്ലോക്കേജ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതിനെ സുസജ്ജമാക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമാക്കുവാനായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുവാനായിട്ട് ഒട്ടേറെ മാർഗങ്ങൾ നമ്മുടെ ആചാര്യന്മാർ നൽകിയിട്ടുണ്ട്. ഒട്ടേറെ സാധനാ പദ്ധതികളൊക്കെ തന്നെയുണ്ട്. മെഡിറ്റേഷൻ പോലുള്ള ഒട്ടേറെ മാർഗങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഏതൊരു സാധാരണക്കാരനും നിഷ്പ്രയാസം വളരെ ലളിതമായിട്ട് എടുത്ത് പ്രയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ആ ചക്രത്തെ എങ്ങനെ നമുക്ക് പ്രതിരോധ ശക്തി ഉള്ളതാക്കി മാറ്റാം അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോജനത്തെ നമുക്ക് നേടിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ചില പോയിൻറ്റുകൾ നമ്മൾ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ ചക്രത്തെ ബാലൻസ് ചെയ്ത് വയ്ക്കുവാനും നമ്മുടെ മാനസികാവസ്ഥയായാലും ശാരീരിക അവസ്ഥയൊക്കെ തന്നെ നിരന്തരമായിട്ടുള്ളൊരു സ്ഥായി ഭാവത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സ്വയം ഒരു പ്രൊട്ടക്ഷൻ തോന്നുന്ന അവസ്ഥയിലേക്ക് ഏതൊരു സിറ്റുവേഷനും എനിക്ക് നേരിടാനുള്ള ശക്തിയുണ്ട്, ഞാനത് നേരിട്ട് വിജയിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസിലേക്ക് എത്തുവാനും സാധിക്കുന്നതാണ്. ഇത് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, മാനസികമായിട്ടുള്ള വിഷമതകളും മറ്റുമൊക്കെ ഓവറായിട്ട് വന്ന് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൂടുതലായിട്ട് എന്താണ് ഒരു ചെറിയ പ്രശ്നം പോലും ഫേസ് ചെയ്യാൻ പറ്റാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്നവർ വളരെ കൂടുതലാണ്. ആ ആത്മഹത്യാ ചിന്ത നല്ലൊരു ശതമാനം പേരിലും ഒരു മാനസിക വൈകല്യമായിട്ട് തന്നെ മാറിയിരിക്കുന്നു എന്ന് വേണം പറയുവാനായിട്ട്. നിരന്തരം കൗൺസിലിങ്ങിന് എത്തിപ്പെടുന്ന വ്യക്തികളായാലും ശരി അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ മുമ്പിൽ എത്തിപ്പെടുന്ന നല്ലൊരു ശതമാനം പേർക്കും ഇത്തരത്തിലുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഞാനതിൻ്റെ ദീർഘമായിട്ട് സഞ്ചരിക്കുന്നില്ല. ആ ലളിതമായിട്ടുള്ള ചില ടിപ്സുകൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രയോജനത്തിലേക്ക് കടക്കാം. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാം, പ്രാക്ടിക്കലായിട്ട് മുന്നേറാം. അപ്പോൾ ഈ റൂട്ട് ചക്ര എന്ന് പറയും, അതിനെ ബേസ് ചക്ര എന്നും റൂട്ട് ചക്ര എന്നും ഒക്കെ പറയുന്നു മൂലാധാര ചക്രത്തെ. ഇത് പഞ്ചഭൂത തത്വങ്ങളിൽ, പഞ്ചഭൂത തത്വം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നറിയാം, എങ്കിലും പറയാം. ഭൂമി തത്വം, ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം, ഇങ്ങനെ 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങളായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടന അല്ലെങ്കിൽ ശരീരം നിർമ്മിതമായിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭൂമി തത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൂലാധാര ചക്രം, ഭൂമിയുമായിട്ട്. അതുകൊണ്ട് തന്നെ എർത്തുമായിട്ട്, നമ്മൾ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഭൂമിയിൽ ടച്ച് ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ ആ ഭൂമിയുമായിട്ടുള്ള അലൈൻമെൻറ്റിൽ ഒരുപാട് പ്രോബ്ലംസും വരികയും എർത്തിങ്ങിൽ പ്രോബ്ലംസ് വരികയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകാതെ പോകുന്നത്. എങ്ങനെയാണോ ഒരു വൃക്ഷത്തിന് അല്ലെങ്കിൽ ഒരു മരത്തിന് വേരുകളില്ലാതിരുന്നാലോ മണ്ണിൻ്റെ മുകളിൽ അതിന് നിൽക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ മണ്ണിൽ പിടിച്ച് നിൽക്കുവാൻ സാധിക്കുമോ? വേരുകളില്ലെങ്കിൽ, വേരുകളുണ്ടെങ്കിലോ അത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി സുശേഷമായിട്ട് നിൽക്കുവാനും ഒപ്പം തന്നെ അതിലെന്താണ് ഭൂമിയിൽ നിന്നുള്ള ഊർജ്ജത്തെ എടുത്തുകൊണ്ട്, ഭൂമിയിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഒക്കെ എടുക്കുന്നുണ്ട്, എങ്കിലും ഭൂമിയിൽ നിന്നുള്ള ജലത്തെയും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് അതിന് കായ്കനികൾ, ഫലങ്ങൾ സൃഷ്ടിക്കുവാനും അത് വളരുവാനും ഒക്കെ സഹായകരമാകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് വളരുവാനും നമുക്ക് നല്ല ഫലങ്ങളൊക്കെ സൃഷ്ടിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലൈഫിൽ നല്ല അംബിഷൻസൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും എർത്തിങ് ആവശ്യമാണ് അല്ലേ. ഈ ഒരു വേരുറയ്ക്കൽ നമുക്ക് ആവശ്യമാണ്. ആ വേര് ഉറയ്ക്കുവാനുള്ള മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്താൽ
നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫിൽ നമ്മൾ ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം ബാലൻസ് ചെയ്യുവാനായിട്ട് സാധിക്കും ഈ റൂട്ട് ചക്രയെ. അപ്പോൾ എർത്തുമായിട്ട്, ഭൂമി തത്വവുമായിട്ട് ഏറ്റവും കൂടുതൽ യോജിച്ച് നിൽക്കുകയും അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും വേണം. അതിനെ ബാലൻസ് ചെയ്യണം നമ്മുടെ ബോഡിയിലെ സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും. വളരെ സിമ്പിളായിട്ടുള്ള ചില മെത്തേഡുകൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഫലവത്താക്കി എടുക്കുവാൻ സാധിക്കും. ഞാൻ അതിലേക്ക് വരാം. ഒന്നാമതായിട്ട് കൂടുതലായിട്ട് ഭൂമിയായിട്ട് ടച്ച് ചെയ്യുക എന്നുള്ളത്. ഇന്ന് നമ്മളിൽ പലരും പാദരക്ഷകൾ ഉപയോഗിക്കുന്നവരാണ്, നല്ലൊരു പരിധിവരെ എല്ലായ്പ്പോഴും ഉപയോഗിക്കുന്നവരാണ്, വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അല്പസമയം ആ പാദരക്ഷ ഒഴിവാക്കിക്കൊണ്ട് ഭൂമിയിൽ നടക്കുവാൻ ശ്രമിക്കുക. അത് ഒരു പുൽത്തകിടിയിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു കടലോരത്തിൽ കടലിൻ്റെ ആ മണൽ തരികൾക്ക് മുകളിലായിക്കൊള്ളട്ടെ. അങ്ങനെ ആ ഭൂമിയുടെ മുകളിലൂടെ അല്പനേരം ആ പാദരക്ഷകളില്ലാതെ നമ്മുടെ പാദങ്ങൾ ഉറപ്പിച്ച് ചവിട്ടിക്കൊണ്ട് മെല്ലെ സഞ്ചരിക്കുക. അതിനെ ഫീൽ ചെയ്തുകൊണ്ട് സഞ്ചരിക്കുക. ഫീലിങ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വെറുതെ സഞ്ചരിച്ചാൽ പോരാ. ഞാൻ 1 മണിക്കൂർ നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫീൽ ചെയ്യുക. ആ നടക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ഭൂമിയിൽ ടച്ച് ചെയ്യുന്നതും അതിൻ്റെ ആ ഒരു അനുഭവത്തെ, നിങ്ങളുടെ പാദങ്ങൾ ആ ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു അനുഭവത്തെ ഫീൽ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചാൽ മാത്രമേ, അത് 5 മിനിറ്റ് ആയാലും മതി, റിസൾട്ട് കിട്ടും. 1 മണിക്കൂർ നടക്കണമെന്ന് നിർബന്ധമില്ല. 5 മിനിറ്റ് ആണെങ്കിലും ശരി, നിങ്ങൾ ആ ഒരു ഭൂമിയുടെ ആ ഒരു എനർജിയിലേക്ക് ആ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾ സഞ്ചരിച്ചാൽ കൃത്യമായിട്ട് അത് ബാലൻസ്ഡ് ആകും. അത് എന്താണ്, ആ ഒരു എർത്ത് എനർജി, എർത്ത് ആയിട്ട് നമുക്ക് ശരീരത്തിൽ നല്ലൊരു ബാലൻസിങ് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് റിലാക്സ് ചെയ്തുകൊണ്ട് അതിനെ അറിഞ്ഞുകൊണ്ട് സഞ്ചരിക്കുക. അതൊരു പുൽത്തകിടിയിലാണെങ്കിൽ എന്താണ്, പുൽത്തകിടികളെ വേദനിപ്പിക്കാതെ മെല്ലെ മെല്ലെ അല്ലേ അങ്ങനെ സഞ്ചരിച്ച് നോക്കൂ. നല്ലൊരു ഫീലിങ്സ് കിട്ടുന്നതോടുകൂടി തന്നെ വളരെ നല്ലൊരു റിലാക്സേഷനിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഗാർഡനിങ് എന്ന് പറയുന്നത്. നമ്മളിൽ പലർക്കും ഇഷ്ടമുള്ളതായിരിക്കാം അല്ലേ. അപ്പോൾ ആ ഗാർഡനിങ് എന്ന് പറയുന്നത് ആ ഭൂമിയിലെ ചെറിയ ചെറിയ പുഷ്പങ്ങളായിക്കൊള്ളട്ടെ, പൂക്കൾ വിടരുന്ന സസ്യങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഫലങ്ങൾ നൽകുന്ന സസ്യങ്ങളായിക്കൊള്ളട്ടെ, മലക്കറി പോലുള്ള പച്ചക്കറി പോലുള്ള അത് നമുക്ക് ഉപയോഗപ്പെടുത്തുവാൻ പറ്റും അല്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, അതൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കുക ഭൂമിയിൽ. ചെടിച്ചട്ടിയെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് കഴിയുന്നിടത്തോളം ഭൂമിയിൽ എന്താണ് നമ്മളത് നടുവാനായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭൂമിയുമായിട്ട് നമ്മുടെ കൈകളും കാലുകളും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ തന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് പ്രവർത്തിക്കുമല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ലയിക്കും ഭൂമിയായിട്ട് ലയിക്കാതെ നമുക്കിതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള ഒരു തലം അവിടെ അതുമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ഈ ഒരു നല്ലൊരു ഇതിലേക്ക് എനർജറ്റിക്കായിട്ട് മാറുവാനായിട്ട് വളരെ നല്ലതാണ് ഗാർഡനിങ് എന്ന് പറയുന്നത്. ചെയ്യാവുന്നതേ ഉള്ളൂ. ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കി നോക്കൂ. അതും 5-10 മിനിറ്റോ മതി. കിട്ടാവുന്നിടത്തോളം സമയം, അല്ലെങ്കിൽ 1 മണിക്കൂർ 1 മണിക്കൂർ കിട്ടിയാൽ നല്ലത് ചെയ്യുക. ഗാർഡനിങ് വളരെ നല്ലതാണ്. പിന്നെയോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പ്രകൃതിയിലേക്ക്, ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു എനർജി ഫോമിലേക്ക്, അതിൻ്റെ ആ ഒരു ഒബ്സർവേഷനിലേക്ക് കിടക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വല്ലാത്തൊരു തലങ്ങളിൽ നിന്ന്, ജോലിയുടെ തിരക്കും മറ്റ് തിരക്കുകളിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് മുക്തമായിട്ടൊരു ചെറിയ ട്രാവലിംഗ് ഒക്കെ നടത്തുക. ജസ്റ്റ് ഒരു ട്രാവലിംഗ്. അത് കൂടുതൽ ഈ വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ വനപ്രദേശങ്ങളോ അല്ലെങ്കിൽ നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലേക്കോ കുന്നിൻ മുകളിലേക്കൊക്കെ സഞ്ചരിക്കുക. അത് വാഹനത്തിൽ പോയാലും മതി. വാഹനത്തിൽ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അവിടെയും വാഹനത്തിൽ പോകുമ്പോൾ ഒന്ന് ഫീൽ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഫീലിങ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പ്രകൃതിയെ ആയിട്ട് ബന്ധപ്പെട്ട്, എർത്ത് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫീലിങ്സിന് കൊടുക്കുക. നല്ലപോലെ ബ്രീത്ത് ചെയ്തുകൊണ്ട്, റിലാക്സ് ചെയ്തുകൊണ്ട്, മറ്റ് ഉപകരണങ്ങളൊക്കെ ഒഴിവാക്കി വെച്ചുകൊണ്ട്, മൊബൈൽ പോലുള്ള ഉപകരണങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു ദിവസം, മാസത്തിൽ 1 ദിവസമെങ്കിൽ 1 ദിവസം അങ്ങ് സഞ്ചരിക്കുക. ചെറിയ സ്ഥലം മതി, വളരെ ചെറിയ സ്ഥലം, ചെറിയൊരു നിങ്ങളെ തൊട്ടടുത്തുള്ളൊരു പ്രദേശത്തേക്ക് മതിയാകും ആ യാത്ര. പക്ഷെ പോകുമ്പോൾ ഫീൽ ചെയ്ത് നല്ല റിലാക്സ് ചെയ്തുകൊണ്ട് പോവുക. ഒന്ന് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാനും നമ്മുടെ ആ മാനസിക തലമൊക്കെ വളരെ ബാലൻസ്ഡ് ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ദൂര ദിക്കുകളിലും അല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലേക്ക്, മലനിരകളിലേക്കൊക്കെ സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടെ എന്തായാലും സിറ്റിയിലൊരു പാർക്കുണ്ടാവും അല്ലേ. വെറുതെ പോവുക, പാർക്കിലേക്ക് വെറുതെ സഞ്ചരിക്കുക, പാർക്കിൽ നടക്കുക, അല്പനേരം നടക്കുക പാർക്കിലൂടെ. അല്ലെങ്കിൽ എവിടെയെങ്കിലും അല്പം റിലാക്സ് ചെയ്യാൻ പറ്റുന്ന പ്രദേശങ്ങൾ നഗരത്തിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകും, തിരക്കൊക്കെ ഇല്ലാതെ അല്പം ശാന്തമായിട്ട് ഒരു വീതിയിലൂടെ, ഒരു റോഡിലൂടെ, ശാന്തമായിട്ടുള്ളൊരു വീതിയിലൂടെ സഞ്ചരിക്കുക. അല്പനേരം നടക്കുമ്പോഴും ഫീൽ ചെയ്യുക ചുറ്റുമുള്ള ആ പ്രകൃതിയെ, പ്രപഞ്ചത്തെ ഫീൽ ചെയ്യുക. മറ്റ് വായ്നോട്ടങ്ങളൊന്നും വേണ്ട.
നമുക്ക് പ്രകൃതിയെ വായി നോക്കാം. അങ്ങനെ പ്രകൃതിയെ നോക്കിക്കൊണ്ട് അത് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സ് കൊടുക്കുമ്പോൾ, നമ്മുടെ മനസ്സ് കൊടുത്താൽ തന്നെ എർത്ത് അല്ലെങ്കിൽ ഭൂമി ബാലൻസ്ഡ് ആകും. മനസ്സിന് അത്രത്തോളം പവറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഭൂമിയുടെ എനർജി, ആ പ്രകൃതിയൊക്കെ ഒന്ന് ഫീൽ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചാലും നല്ലൊരു എനർജി വരികയും ബാലൻസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെ വളരെ ചെറുതായിട്ടുള്ള ടിപ്സുകളാണ്. അതുപോലെ തന്നെയാണ് വളരെയധികം പ്രാധാന്യം ഭൂമി തത്വത്തിന് ഗന്ധവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്, സ്മെൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നാച്ചുറലായിട്ട് ഉള്ള, അതാണ് ഗാർഡന് വളരെയധികം പ്രാധാന്യം. നാച്ചുറലായിട്ട് ഫ്ലവേഴ്സൊക്കെ, പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്ന നല്ല സുഗന്ധം പരത്തുന്ന ഒരു പാർക്കിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചാൽ വളരെ വേഗം തന്നെ നമ്മുടെ എർത്ത് എനർജി ബാലൻസ്ഡ് ആകും. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് വീട്ടിലാണെങ്കിൽ നല്ല ഗന്ധമുള്ള പുഷ്പങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് ഒരു ടേബിളിൻ്റെയോ മറ്റോ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്പനേരം അതിന് മുമ്പിൽ കണ്ണുമടച്ച് ആ സുഗന്ധത്തെ നല്ലതുപോലെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് അതിൽ ലയിച്ച് അതിനെ ആസ്വദിച്ചുകൊണ്ട്, ആ പുഷ്പത്തെ ആസ്വദിച്ചുകൊണ്ട് കുറച്ച്, അതൊരു പനിനീർ പൂവായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്ത് ഒരു മുല്ലപ്പൂവ് ആയിക്കൊള്ളട്ടെ, ഏതായിക്കൊള്ളട്ടെ, ഒരു ജാസ്മിൻ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ ആ സുഗന്ധത്തെ ഒരല്പനേരം നിങ്ങളിലേക്ക് കൊടുത്തു നോക്കൂ. വളരെ വേഗം ആ ഓൺ ദ മൂവ്മെൻറ്റിൽ തന്നെ നിങ്ങളുടെ ആ മൂലാധാര ചക്രം തുടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അത്ര പവർഫുള്ളാണ് ഗന്ധം, നല്ല ഗന്ധങ്ങൾ. അത് പെർഫ്യൂമൊക്കെ നമുക്ക് ആവശ്യം പോലെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത്തരത്തിൽ തെറ്റില്ല, എങ്കിലും കഴിയുന്നിടത്തോളം പ്രകൃതിയുമായിട്ട് ചേരുന്നത് കൊണ്ട് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ആ ഒരു ഗന്ധത്തെ ആസ്വദിക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. ആ ഗന്ധം കൊണ്ട് വളരെ വേഗം ആക്ടിവേറ്റ്. നമുക്കറിയാം നമുക്ക് എന്തൊക്കെ ദേഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്, നല്ല ദുഃഖങ്ങളും ദുരിതങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനാണ്. എങ്കിലും നമ്മൾ നല്ലൊരു സുഗന്ധം നല്ലൊരു സുഗന്ധം, കാറ്റിൽ നല്ലൊരു സുഗന്ധം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നല്ലൊരു പുഷ്പത്തിൻ്റെ സ്മെല്ല് നമ്മൾ അറിയാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ നിന്നൊക്കെ മുക്തമായിട്ട് നല്ല റിലാക്സ്ഡായി മാറുമല്ലോ, ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അതിനുള്ള സാധ്യതകൾ ഒട്ടേറെ പേർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് അതിലേക്ക് സഞ്ചരിച്ച് അത് നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പുഷ്പങ്ങൾ ശേഖരിച്ച് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് നമുക്ക് അത്തരത്തിലുള്ളൊരു മെഡിറ്റേഷൻ ചെയ്യാം, വളരെ സിമ്പിളായിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ടിപ്സുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ എർത്ത് എനർജിയെ ബാലൻസ് ചെയ്യുവാൻ സാധിക്കും. നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. എന്താണ് ആ ഒരു പ്രൊട്ടക്ഷൻ ഫീൽ നമുക്ക് നേടിയെടുക്കുവാനായിട്ട്, എന്തിനേയും നേരിടുവാനും അതിജീവിക്കാനും വളരെ കൂളായിട്ട്, എല്ലാത്തിനും കൂളായിട്ട് നേരിടാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അവിടെ പ്രശ്നം എവിടെയാണ്? റൂട്ട് ചക്രയിലാണ് പ്രശ്നം. റൂട്ട് ചക്രയിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ ടെൻഷൻ ഉണ്ടല്ലോ, എങ്ങനെയാണത് ഫോമായിട്ട് വലിയ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു വിഷയത്തെ അതിജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ റൂട്ട് ചക്ര ആക്ടിവേറ്റ് ആയിട്ട് അത് പ്രവർത്തിച്ചു തുടങ്ങും. പക്ഷെ അതിന് സാധിക്കാതെ വരുമ്പോൾ, ആ ഒരു പ്രൊട്ടക്ഷനിൽ വരുമ്പോഴും നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. നമ്മൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വീണ്ടും ഡിപ്രഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഓവർ വർക്ക് ചെയ്യും. ഈ റൂട്ട് ചക്ര ഓവർ വർക്ക് ചെയ്യുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ കൈവിട്ട് പോകുന്നത്, കൺട്രോൾ പോകുന്നത്, അല്ലേ? എൻ്റെ കൺട്രോൾ പോയെന്നാണ് പലരും പറയുന്നത്, അല്ലേ? എൻ്റെ കൺട്രോൾ പോയി, ദേഷ്യം വന്നിട്ട് എനിക്ക് കണ്ണും മൂക്കും കാണാൻ പറ്റുന്നില്ല, കണ്ണും മൂക്കും ഒക്കെ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞോളാം. കണ്ണും മൂക്കും കാണാൻ പറ്റുന്നില്ല, ഞാൻ കൊടുത്തു ഒന്ന് കൈവിട്ട് പോവുകയാണ് അവിടെ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് ഇത് ആക്ടിവേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മളിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ റൂട്ട് ചക്ര, നമ്മുടെ പ്രതിരോധ ശക്തി. ഏതെങ്കിലും തരത്തിൽ അവിടെ എന്താണ് മറ്റ് മാനുഷിക പരിഗണനകളൊന്നും നോക്കാതെ ഈ എനർജി വർക്ക് ചെയ്യുന്നതാണ്. അവിടെ ഒറ്റ വാക്കിയുള്ളൂ, രക്ഷപ്പെടുക. അത് എവിടെയാണ് നല്ലതാണ്? നല്ലൊരു മൃഗം നമ്മളെ വേട്ടയാടുവാൻ വരുമ്പോൾ, അല്ലേ, ആക്രമിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു ബലമൊക്കെ ഉള്ള ഒരാൾ നമ്മളെ കൊള്ളയടിക്കാനോ കളവിന് വേണ്ടിയൊക്കെ മോഷണത്തിന് വേണ്ടിയൊക്കെ വരുമ്പോൾ ഈ ഒരു എനർജി വർക്ക് ചെയ്താൽ കൊള്ളാം. പക്ഷേ ഡെയിലി ലൈഫിലോ, ഭാര്യയും ഭർത്താവായിട്ടൊക്കെ ബന്ധത്തിലൊക്കെ ഭാര്യ എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറയുന്നു, അപ്പോൾ ഇത് ഓവറായിട്ട് വർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? പോക്കാണല്ലേ. അപ്പോൾ വീട്ടിലതൊന്നും വേണ്ട. നമുക്ക് ആവശ്യമുള്ള സിറ്റുവേഷനിൽ അത് ഓവറായിട്ട് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു യുദ്ധ ഫീൽഡിൽ, അല്ലേ, ഒരു യുദ്ധ മേഖലയിലൊക്കെ, അല്ലെങ്കിൽ ഒരു പോലീസായിട്ടുള്ളൊരു വ്യക്തിക്കൊക്കെ തന്നെ കള്ളന്മാരെ പിടിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് ചിലപ്പോൾ അറ്റാക്ക് ചെയ്യുന്നു വെച്ചാൽ കള്ളന്മാർ തിരിച്ച് അറ്റാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഓക്കെ. പക്ഷെ അല്ലാത്തുള്ള അവസരത്തിൽ എല്ലായ്പ്പോഴും നമുക്കതൊന്നും ആവശ്യമില്ല, അത്ര ഓവറൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരു ബാലൻസ് ചെയ്ത് നിർത്തണം അതിനെ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതും പ്രയോജനപ്പെടുത്തേണ്ടതും. വളരെ ലളിതമല്ലേ? ചെയ്യാൻ പറ്റില്ലേ? ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും സാധിക്കും. സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ
അത് വേറെ പ്രശ്നമാണ്. സാധിക്കാത്ത ഒരു മനുഷ്യനില്ല. ഈ പറഞ്ഞ പോയിന്റുകളിൽ ഒന്നെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റാത്തവർ ഫോളോ ചെയ്ത് നോക്കും. ഇത് ചെയ്താൽ പറ്റുമോ, ഇത് ചെയ്താൽ എല്ലാ പ്രശ്നവും മാറുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കരുത്, അത് തെറ്റാണ്. കാര്യം ഇത് ഒരു ചക്രമാണ് അല്ലേ. ഒരു ചക്രത്തിൽ ആ ചക്രത്തിൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ ഒരു ചക്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. 7 ചക്രങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ തൽക്കാലം ഇത് എന്താണ്, ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റൂ, നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റൂ. അത് കഴിഞ്ഞ് നമുക്ക് ഈ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ചോദിക്കില്ല, കാരണം അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഉറപ്പായും കിട്ടും. അതിന് ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ തൽക്കാലം വിട ചൊല്ലുന്നു നിങ്ങളുടെ സ്വന്തം മാസ്റ്റർ അരുണാചലം, അരുണം സ്കൂൾ ഓഫ് മിസ്റ്റിസിസം.